അവർക്കറിയാം ഞാൻ വന്ന കാലം പോലെ ഞാൻ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും അവർക്കറിയാം. കുറച്ച് അകലം നിൽക്കുന്നവർക്ക് അത് പറഞ്ഞാൽ ഫീൽ ചെയ്യത്തില്ല. തൊട്ടടുത്ത് ഇതൊരു ദ്വീപാ അവിടെ വന്ന പോലെയാണ്. ഒരു കായലിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉള്ള വീട്, അതിൽ 6 വീടെന്തോ ഉണ്ട്. അവിടെ ഉള്ളവർക്കറിയാം ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറത്തുള്ളവർക്ക് അറിയാം, എങ്കിലും ഇച്ചിരി അടുത്ത് അറിയുന്ന അവർക്കായിരിക്കും. ഒരു ചിരി ഇരച്ചിരി ബമ്പർ ചിരി തരം സുതിമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നല്ല പരിചയമാണ്. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചുള്ള ജീവിതമാണ് സുതിമോളുടേത്. കയറിക്കിടക്കാൻ ഒരു വീട് സ്വന്തമായില്ല സുതിമോൾക്ക്. അടുത്തിടെ ആരാധകർ എല്ലാവരും കൂടി കൈകോർത്തുകൊണ്ടാണ് സുതിമോളുടെ വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. സുതിക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് തന്നെ വേദനിപ്പിച്ചു എന്ന് അടുത്തിടെ താരം പറഞ്ഞിരുന്നു. എത്ര പ്രാവശ്യം ചാകാൻ നോക്കിയിട്ടുണ്ടെന്ന് അവിടെ? അത് ഞാൻ പല പ്രാവശ്യം ഞാനിപ്പം ചേച്ചി ഒരു ഇതില് കോമഡി ആയിട്ടാണ് പറഞ്ഞത്, ട്രെയിനില് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ആക്ച്വലി ശരിക്കും സീരിയസ് ആയിട്ട് രതീഷ് ഏട്ടൻ ചോദിച്ചതായിരുന്നോ എടുത്ത് ചാടാൻ പറ്റുമെന്ന്? അതൊന്ന് പറയാമോ, അത് എന്തായിരുന്നു ആ സിറ്റുവേഷൻ എന്നുള്ള? ആ സമയത്താണോ? ചേട്ടാടെ വീട്ടിലിങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളാ. ഞാൻ എന്താ പറയാ, അത് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രശ്നം. അവർക്ക് ഓൾറെഡി എന്നെ ഇഷ്ടമല്ല, എന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, ഒരിക്കലും ആ വീട്ടുകാരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി എടുത്ത് വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. സ്ത്രീധനം മേടിച്ച് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു അവര് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം എല്ലാം തല്ലി തകർത്തുകൊണ്ട് അവര് പറഞ്ഞ സെയിം സാധനം ഞാൻ പറയുക. ഈ തെരുവിലൊക്കെ തെണ്ടി വളർന്ന ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുമല്ലോ. ആ ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് അവർക്കുണ്ടായിരുന്നു ഒത്തിരിയായിട്ട്, ഭയങ്കരമായിട്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ഇപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഞങ്ങളെ ഇറക്കി വിടും, തിരിച്ചു വിളിക്കും, ഇറക്കി വിടും, തിരിച്ചു വിളിക്കും. തന്നെ പ്രശ്നങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നാമത് കാരണം ഞാൻ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നതല്ലേ. അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നും ഇല്ല അവിടെ നിന്നും ഇല്ല എങ്ങും ഇല്ലാതെ സിറ്റുവേഷൻ ചേട്ടാ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആളുകളൊക്കെ പറഞ്ഞ് വാടി നമ്മൾ ജീവിക്കും, ഇവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കും, നിങ്ങൾ ഞൊടിച്ചൊക്കെ കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ച സെറ്റ്. അപ്പൊ തന്നെ മക്കളായിട്ട് ഇറങ്ങി. അന്ന് അവരുമാർ 2 പേരും ഉള്ളു കേട്ടോ, കുഞ്ഞുങ്ങളെ. അവര് 14 വയസ്സിന് വ്യത്യാസം ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ അവര് പീക്കിരികളായിരുന്നു. അപ്പൊ അങ്ങനെ കോട്ടയത്ത് നാമ്പടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ട്രെയിൻ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ട്രെയിൻ കാണണം, നമ്മളും കുഞ്ഞല്ലേ, ചെറുതല്ലേ, വലിയ പ്രായമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി എത്ര വയസ്സുണ്ട്? ഈ ഒരു 18-19 വയസ്സുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറലോകം ഒന്നും കാണാതെ വളർന്ന ആളല്ലേ. ഇത്ര ട്രെയിനെ കയറിയിട്ടില്ല, ബിരിയാണി കഴിച്ചിട്ടില്ല, നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ജീവിതം നാടും വീടും ഒക്കെ കാണുന്നത് ഈ മനുഷ്യൻ്റെ കൂടെ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ അവിടെ ചിലപ്പോൾ ട്രെയിനെ കയറ്റാമെന്ന് ട്രെയിനെ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്ക് എന്തായാലും പോകാൻ സ്ഥലമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. അന്ന് ഇനി വരുന്ന ട്രെയിനിൻ്റെ മുന്നോട്ട് ചാടാമെന്ന് ചോദിച്ചു മക്കളെയായിട്ട്. അപ്പോൾ ഞാൻ ചാടുമോ? എനിക്ക് ടെൻഷൻ, ട്രെയിൻ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ചാടാൻ തുടങ്ങും, അവിടെ പപ്പ അടിക്കും. അപ്പൊ ശരിക്കും ചേച്ചിക്കും അതുപോലെ ഓക്കെ ഇതെന്നാ പിന്നെ അവസാനിപ്പിക്കാം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ ഇല്ല. ഞാൻ എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചത് എങ്ങനെയും ജീവിച്ച് കാണിക്കണം, ആ ഒരു മെന്റാലിറ്റി എൻ്റെ ഉള്ളിൽ കിടന്നു വെച്ചത്. ജീവിക്കണം. ഇപ്പൊ ഇവര് പറയും ചേട്ടായിക്ക് സ്ത്രീധനം മേടിച്ച് മാലയൊക്കെ കിട്ടാതെ വരുമ്പോ ചേട്ടായുടെ കുടുംബത്തിൽ എല്ലാവർക്കും മാലയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. സ്ത്രീധനം ആണുങ്ങൾക്ക് മാല ഇടുന്നവരും. അങ്ങനെ ഒന്നും ചേട്ടായിക്ക് കിട്ടാത്തത് എന്നെ കെട്ടിയവന്റെ പേരിലാണെന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കയറും. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചും നമ്മൾ ജീവിച്ച് കാണിക്കണം എന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ ഞാൻ ചാടുമില്ലാതെ അങ്ങോട്ട് കിടക്കുന്നത് ബബ്ബ കളിച്ചപ്പോൾ അവിടെ ഒരു റെയിൽവേ പോലീസുകാരുണ്ടല്ലോ, അവർ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ പക്വതയൊന്നും അന്നില്ലല്ലോ. അപ്പൊ ഞാൻ വെട്ടി വിളിച്ച് പറഞ്ഞു ഈ മനുഷ്യനെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു ചേച്ചി. ആരാധകർ നൽകിയ സ്നേഹവും സഹായവും കൊണ്ട് മുൻപോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് താരത്തിന് അപകടം പറ്റിയത്. വീഴ്ചയിൽ പരിക്ക് പറ്റിയ സുതിമോൾ ഇപ്പോൾ എഴുന്നേൽക്കാനാകാത്ത അവസ്ഥയിൽ കിടപ്പിലാണ്. കാല് തന്നെ നിലത്ത് വീണാണ് അപകടം സംഭവിച്ചത്. അടുത്തിടെയാണ് സുതിമോളുടെ ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സുതിമോൾ. ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും വേദന സഹിക്കാനാകില്ല എന്നും താരം പറഞ്ഞിരുന്നു. ഡിസ്ക് അകന്നുപോയെങ്കിലും സംസാരിക്കാൻ കഴിയുന്നിടത്തോളം വീഡിയോയുമായി എത്തുമെന്നും സുതിമോൾ പറഞ്ഞിരുന്നു. കമ്പത്തൊരു വൈദ്യരുണ്ട്, അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു സുതിമോൾ. കിടന്നുപോയവരെ എഴുന്നേൽപ്പിച്ചു നടത്തിയ ആളാണ്. അനുഭവസ്ഥരുടെ നിർദ്ദേശം കൊണ്ടാണ് നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സുതി പറയുന്നുണ്ട്. വേദന കൊണ്ട് സുതിക്കുട്ടി ചിരിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോളെ, ദൈവം കൈവിടില്ല. ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും സ്നേഹമുള്ള നാത്തൂനെയും കുടുംബത്തെയും ലഭിച്ചത് ഒരു ഭാഗ്യമാണ്.
ചേച്ചി ഇതിനും വേണം ഒരു ഭാഗ്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. സുധി ചേച്ചി, ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ചേച്ചി ദൈവം അനുഗ്രഹിക്കും. ചേച്ചി ഇതിലും ഉന്മേഷമായി തിരിച്ചു വരും. വേദനയ്ക്കിടയിലും സുധിമോളുടെ ചിരി ഇപ്പോൾ വീഡിയോ ഇട്ടതുപോലെ കഴിയുമ്പോൾ വീഡിയോ ഇട്ട് അങ്ങനെ ഇങ്ങനെ ആയാലും പ്രശ്നമില്ല, കിടന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്നും എല്ലാവരും പറയുന്നുണ്ട്. ഇടയ്ക്ക് വീട് വെക്കാൻ സ്ഥലം നോക്കി, നല്ല സ്ഥലമായിരുന്നു, പക്ഷെ വില അല്പം കൂടി. 1 സെന്റിന് 2.25 ലക്ഷമാണ്. ചാനലിന്റെ വരുമാനം ഒന്നും വന്നു തുടങ്ങിയില്ല, അതുകൊണ്ട് തന്നെ ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും കാശ് വേണമെന്നല്ല പറയുന്നത്. ചിലർ പങ്കിട്ട കമന്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഞാൻ കാശിനു വേണ്ടി മാത്രമല്ല നിങ്ങളോടെല്ലാം പറയുന്നത്. കടം വാങ്ങി സ്ഥലം വാങ്ങണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ, അല്ലാതെ നിങ്ങളോട് ചോദിച്ചു വാങ്ങണം എന്ന് ചിന്തിച്ചതേയില്ല. യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു വീടെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒരു റാണി മാത്യു എന്നാൽ ഇട്ട കമന്റ് എന്നെ ആകെ തളർത്തി. എന്നെക്കാളും മോശമായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, നാണമില്ല എന്നൊക്കെയാണ് ആ ലേഡി ചോദിച്ചത്. സുധിമോൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സപ്പോർട്ടാണുള്ളത്. അതിനിടയ്ക്ക് വീട്ടില് യൂട്യൂബ് ചാനൽ സെറ്റ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കുനുകുനു വെക്കുമ്പോ എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം. അതോ ഇങ്ങനെ മക്കളെ നോക്കണം, ഇങ്ങനെ നോക്കണം. മക്കളെ അത്ര പാടില്ല, മക്കളെ കൊണ്ട് അപ്പൊ എല്ലാം കൂടെ നടക്കത്തില്ല. നമുക്ക് മെന്റലി നമുക്ക് അരിശം വരുന്നത്, ദേഷ്യം വരുന്നത്. വേറെ ഇഷ്ടപ്പെടൊന്നുമില്ല. അപ്പൊ ഇഷ്ടക്കുറവ് ഇഷ്ടമുള്ള രണ്ടുപേർക്കും മനസ്സിലായില്ലല്ലോ. ഇന്ന് രാത്രി പോകുമ്പോ പറഞ്ഞാൽ മതി. ഇനി എന്തായാലും രതീഷായിട്ട് സ്നേഹത്തോടെ പറയും. നെക്സ്റ്റ്, സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വിളിക്കുന്നത്? ഞാൻ ചേട്ടായി അത് വിളിക്കും. ദേഷ്യം വരുമ്പോ എന്റെ പൊന്നു മോശനെ രതീഷേട്ടനോ? ഞാൻ എന്നാലും എന്താടിയെന്ന് ആ സമയത്തൊക്കെ ഇടിയെന്ന് വിളിക്കുള്ളൂ. ദേഷ്യം വരുമ്പോ മാത്രമേ ഇടിയെന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ പെണ്ണെന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. പെണ്ണെന്ന് വിളിക്കുന്നത് ഇഷ്ടം. പിന്നെ ഇടിയെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പ്രത്യേക ചില സാഹചര്യങ്ങൾ വരുമ്പോ മാത്രമേ. എല്ലാരും ഈ ഇന്റർവ്യൂലൊക്കെ വന്നു പറയും ഞങ്ങള് ഉത്തമയായ ഭാര്യയും ഭർത്താവാണ്, ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, നല്ല കുട്ടികളാണ്. ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളൊന്നും അല്ല. അത്യാവശ്യം ഇടിയല്ല, വാഗൊണ്ടൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ ചേച്ചി ഇവിടെ പറയുമ്പോ ആൾക്കാരൊന്നും പറയില്ല. നിങ്ങൾ വാക്കുകൾ കൊണ്ടൊക്കെ ഏറ്റുമുട്ടാറുണ്ട്. ഏറ്റുമുട്ടാറുണ്ട്, അത് കൈ കൊണ്ടല്ലെന്നേ ഉള്ളൂ. കൈ കൊണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം, അത് കൈ കൊണ്ടല്ലോ. എനിക്ക് പിടിച്ചാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തലേം ചൊറി ഞാൻ മെയിൻ സാധനമാണ് ചേട്ടാ. തലയിലിങ്ങനെ പിടിച്ചാണ്ട് എനിക്ക് അങ്ങനെ മുടി വലിച്ചു പറിക്കാൻ എനിക്ക് പിന്നെ പ്രശ്നമായി വരികയാണെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ട് പൂക്കളെ എവിടേക്കെങ്കിലും ഒന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്ത് പോയൊരു 15 മിനിറ്റ് കഴിയുമ്പോ വിളി തുടങ്ങും. എവിടെ വന്നില്ലേ വന്നില്ലേ? അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ എല്ലാ ഭർത്താക്കന്മാരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഭാര്യമാര് കുത്തിയതുകൊണ്ട് എവിടെയാണ് മനുഷ്യനെ ഇങ്ങോട്ട് വരുന്നില്ലേ, ചോറ് തിന്നട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ചോറ് തിന്നാറൊന്നുമില്ല കേട്ടോ. ഇല്ല, അങ്ങനെ വൃത്തിയുടെ ശീലം ഞങ്ങൾക്ക് ഇല്ല. ഈ പുറത്തോട്ട് പോയി കഴിയുമ്പോ പെണ്ണ് വിശക്കുന്നുണ്ടാ തിന്നായിരിക്കും. ഞാൻ വെളുപ്പിൽ വെള്ളം ഉണ്ടാക്കുന്നു. 4 മണിയാകുമ്പോ ചോറ് വെക്കും, കറി വെക്കും, ചായക്കൂടി ഉണ്ടാകും, സർവ്വ സാധനം ഉണ്ടാക്കും. ഭർത്താവ് വന്നിട്ട് പൂമുതുവരക്കിൽ ഇത് ചോറ് വന്നിട്ട് ആളൊന്നുമല്ല ഞാൻ. എനിക്ക് വെച്ചത് ഞാൻ അടുത്ത് തിന്നും, വേണമെങ്കിൽ വന്നാൽ വന്നെടുത്ത് തിന്നോണം, അത്രേ ഉള്ളൂ. വിളമ്പി കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് വലിയ പക്വതയായ അതൊന്നുമില്ല.